ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും എൻ്റെ പഴയ സ്റ്റോക്ക് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഏകദേശം ഒക്ടോബർ നവംബർ സമയത്ത് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് എടുത്തത്. ഇന്നേ ദിവസം രാവിലെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് നാളായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് നല്ല വേദനയായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ട് പോവുകയാണ്. 9 മണിക്ക് അങ്ങോട്ടായിരുന്നു അവിടുത്തെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അങ്ങോട്ടേക്കുള്ള ഡയറക്ഷനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്കറിയില്ല എവിടെയാണ് ആക്ച്വലി. അങ്ങനെ ഞാൻ പോസ്റ്റ് കോഡൊക്കെ അടിച്ച് ആ സ്ഥലത്തേക്ക് പോയി. ആദ്യമായിട്ടാണ് ഞാൻ ആ സ്ഥലം കാണുന്നതൊക്കെ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അപ്സ്റ്റെയറിലായിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാനുള്ള സ്ഥലം. അന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവരാദ്യം നമ്മളെ അസസ് ചെയ്യുക, എന്തൊക്കെയാണ് പ്ലാൻ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ചൂസ് ചെയ്യാണ് അന്ന് ചെയ്തത്. ഇതവിടുത്തെ ഒരു ടോയ്ലറ്റായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞു. ഏകദേശം ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അന്ന് തന്നെ അല്ലൂന് അന്ന് ഹാരോ സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഞാനതിന് പോകുന്നില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാം, ആൻറ്റോനും അല്ലും കൂടി പോവാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുൻപ് ഞാൻ അവിടുത്തെ വീട്ടിലെത്തുന്നതിനേക്കാളും മുൻപ് വഴിയിലുള്ള കടകളിൽ ഇങ്ങനെ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും അല്ലുവിന് അവൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അന്നാണെങ്കിൽ അവരുടെ സ്കൂളിലെ ഹാരോ സ്കൂളിൻ്റെ ഒരു ഗൈഡഡ് ടൂറും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഈ ഹാരോ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ പാരൻസിനെ അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ കരുതി അന്നൊരു സാറ്റർഡേ ആണ്, വീട്ടിലിരുന്ന് സമയം കളയുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു ഹാരോ സ്കൂളിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം ഞാനും പോവാമെന്ന് വിചാരിച്ചു. ഇതൊരാളിരുന്നിട്ട് ഒരു ഡോഗിനെ മണ്ണിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ ഹാരോ സ്കൂളിലേക്ക് പോകാമെന്ന് കരുതി. ഹിസ്റ്റോറിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഹാരോ സ്കൂള്. അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യമോളെയും കൊണ്ട് കൺസേർട്ടിനായിട്ട് പോയത്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഹാരോ സ്കൂള് കാണുന്നതും അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കയറുന്നതും ഒക്കെ. അതിനുശേഷം ആ കൺസേർട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അല്ലൂനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതായത് ഹാരോയിലുള്ള കുറേ സ്കൂളുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള, ഓരോ സ്കൂളിൽ നിന്നും 2-3 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രെയിനിങ് നടത്തുന്നുണ്ട്. അത് മാസത്തിൽ 1-2 ദിവസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. അത് ഇയർ 5 കുട്ടികൾക്കാണ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആ ട്രെയിനിങ്ങിന് അല്ലുവിന് അഡ്മിഷൻ കിട്ടി, ചാൻസ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെയാണെങ്കിൽ ഒരു ഗൈഡഡ് ടൂറാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഹാരോ സ്കൂളിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെയാണ് അല്ലുവിനുള്ള ക്ലാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളവിടെ ചെന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കറക്റ്റ് സമയത്ത് തന്നെ അവിടെ ഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെ കറക്റ്റ് സമയമായപ്പോൾ അവർ ഓപ്പൺ ചെയ്തു. അങ്ങനെ അല്ലു അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ പാരൻസിനെ എല്ലാവരെയും കൂട്ടിയിട്ട് അവരത് ആദ്യമോളുടെ കൺസേർട്ട് നടന്ന ഹാള്, ഇതിനെ സ്പീച്ച് ഹാൾ എന്നാണ് കേട്ടോ പറയുക. ഇവിടെ വെച്ചിട്ട് അവിടേക്ക് നമ്മളെ കൊണ്ടുപോയി. ആദ്യം അവർ അവിടുത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ് ഈ പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് അവർ അസസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹാരോ സ്കൂളിനെ കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം നമ്മളെന്നെ ഗൈഡഡ് ടൂർ ചെയ്യാനായിട്ട് വേറെ ഇത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു, ഏതോ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത്. ഈ സ്പീച്ച് ഹാൾ എന്ന് പറയുന്നത് എല്ലാ മൺഡേ മോർണിംഗും ഈ ഹാരോ സ്കൂളിലെ, ഇതൊരു ബോർഡിംഗ് സ്കൂളാണ്, അവിടുത്തെ കുട്ടികളെ ഹെഡ് മാസ്റ്റർ കാണുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ ഒരുപാട് കൺസേർട്ടുകളും എല്ലാ വർഷവും ഷേക്സ്പിയർ പ്ലേയും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ ചുവരുകളിൽ കാണുന്നത് ഇവിടെ പഠിച്ചിട്ടുള്ള
ഓൾഡ് അലുമിനി മെമ്പേഴ്സിൻ്റെ, ഫേമസ് ആയിട്ടുള്ള അലുമിനി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. വിൻസ്റ്റൺ ചർച്ചിൽ, ജവഹർലാൽ നെഹ്റു, അങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ എമിറേറ്റ്സ്, ഖത്തർ, അങ്ങനെയുള്ള കുറേ എമിറേറ്റ്സിൻ്റെ അവിടുത്തെ ഭരണാധികാരികൾ ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു സ്കൂളാണ് ഈ ഹാരോ സ്കൂൾ. ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനൊരു ബോർഡിംഗ് സ്കൂൾ ഇവിടെ UK സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ലോകത്ത് മുഴുവനായിട്ട് പല സ്ഥലങ്ങളിൽ ഇവർക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട്. ഇത് സ്കൂളിനോട് ചേർന്നിട്ടുള്ള ചാപ്പലാണ്. വളരെ അടിപൊളിയായിട്ടുള്ള കൊത്തുപണികളും അതുപോലെ പെയിൻറ്റിങ്സുകളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ ഹാരോ ചർച്ച്. അതുപോലെ ഈ ഹാരോ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ ബിസിനസ് ആളുകളും അതുപോലെ നോബൽ പ്രൈസ് വിന്നേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. 324 ഏക്കറിലാണ് ഈ ഒരു ഹാരോ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ഹാരോ ഓൺ ദ ഹില്ലിൻ്റെ ഒരു ഹില്ലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ഇവിടെ ചെന്നപ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ തോന്നിയത്. ഈ ഹാരോ സ്കൂളിൽ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടും ഗോൾഫ് ട്രെയിനിങ് ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ. 9 പിറ്റ്സ് ഉള്ള ഗോൾഫ് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഗോൾഫിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, ഇത്രയും കാര്യങ്ങളെ എനിക്ക് മനസ്സിലായുള്ളൂ. അവിടെ ഗൈഡഡ് ടൂർ നടക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് പുറത്തിറങ്ങേണ്ടിയൊക്കെ വന്നു. അപ്പോഴാണെങ്കിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഗൈഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ആദിമോളിനെ കുനിച്ച് നിർത്തി അവളെ ചന്തിക്കടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ഭയങ്കരമായ ശിക്ഷാ രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആ കാണിക്കുന്നത്. 400 വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ളൊരു ക്ലാസ് റൂം ആയതുകൊണ്ട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ഒന്നും ഇല്ലാത്ത മരം കൊണ്ടുള്ള ഒരു ക്ലാസ് റൂമാണിത്. ഇയർ 4 ആണ് അത് എന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ ചുവരുകളിലൊക്കെ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് പേരെഴുതാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ വിൻസ്റ്റൺ ചർച്ചിൽ, അങ്ങനെയുള്ള ഒരുപാട് ഫേമസ് ആളുകളുടെ പേരുകൾ അവിടെ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതായത് 400 വർഷം മുൻപ് എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണല്ലോ. അതുപോലെ അന്നൊക്കെയും ഭയങ്കര സ്ട്രിക്റ്റായിട്ടായിരുന്നു ബ്രിട്ടീഷുകാരെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെയുള്ളൊരു വലിയ പ്രത്യേകത, ഹാരി പോട്ടർ ആൻഡ് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഈ ക്ലാസ് റൂമിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് നമുക്ക് അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു അവർ ഇരുന്നിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ ഈ ക്ലാസ് റൂമിൽ ഹീറ്റിങ്ങിനായിട്ട് പഴയ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊക്കെ അയാൾ പറഞ്ഞു തരുമായിരുന്നു. This hat here, as I said earlier, is what they'll wear in chapel on Sunday morning before temple. Hello. You want to go to the toilet? Oh, right, okay. We'll go to that building next. Okay. 5 minutes, yeah? 5 minutes. ആദ്യം ഇത് നോക്കി. ടീച്ചർ ഇങ്ങനെ ആടുമോ?
ഇത് ഹിൽ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. വെംബ്ലി ഒക്കെയാണ് കേട്ടോ നമ്മളവിടെ കാണുന്നത്. അതുപോലെ ഹാരോയിലത്തെ മറ്റ് സ്ഥലങ്ങളും നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. Some boys have been in there and have never been seen again. They never came out. That's it. Right. Let's go to the ഹാരോ സ്കൂളിലത്തെ ഏകദേശം 2900-ലധികം കുട്ടികളാണ് കേട്ടോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത്. അതിലേകദേശം 600 ചില്ലാനം കുട്ടികൾ അല്ലെങ്കിൽ പട്ടാളക്കാരെ മരിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ പങ്കെടുത്ത കുട്ടികളുടെ അല്ലെങ്കിൽ മരിച്ച കുട്ടികളുടെ ഒക്കെ പേരുകളാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ ചുമരുകളിലെ. അതിൻ്റെ മെമ്മറീസൊക്കെയാണ് കേട്ടോ ഇത്. The names you have inscribed now in the bronze plaques, they are the names of the boys who died in the Second World War. But do please take a look at the Victoria crosses. And if anybody does need the toilets, they are through there. And I'm just going to nip upstairs. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ പട്ടാളക്കാർ പങ്കെടുത്തിരുന്നവരുടെ ബാഡ്ജുകളൊക്കെയാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും കുറേ സമയമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമോളിനെയും കൊണ്ട് ടോയ്ലറ്റിലൊക്കെ പോയി. നല്ല അടിപൊളി ഫെസിലിറ്റി ആയിരുന്നു കേട്ടോ അവിടെ. ആ ടോയ്ലറ്റിലുണ്ടായിരുന്നു നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. അവിടെ സാനിറ്ററി പാഡ്സൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കതും കിട്ടും. നമ്മളിപ്പോഴുള്ള ഈ ബിൽഡിങ്ങിനെ പറയുന്നത് വേൾഡ് മെമ്മോറിയൽ ബിൽഡിംഗ് എന്നാണ് കേട്ടോ. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഹാളാണ് കേട്ടോ ഇത്. ഈ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത് അലക്സ് ഫിച്ച് കോൺഫറൻസ് ഹാൾ എന്നാണ്. ഇവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, അലക്സ് ഫിച്ച് എന്ന് പറഞ്ഞ കുട്ടി, വേൾഡ് വാർ ഫസ്റ്റിൽ പങ്കെടുക്കുകയും അതിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഫിച്ച് ഫാമിലി ഈ ഹാളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു. അവിടുത്തെ ടേബിൾസ്, ചെയറുകൾ, വിൻഡോസ്, അങ്ങനത്തെ അവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാതും. അതുകൊണ്ടാണ് ഇത് അലക്സ് ഫിച്ച് കോൺഫറൻസ് ഹാൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. 600 വർഷം മുൻപ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ ഹാളിലേക്ക് ഡയറക്റ്റായിട്ട് പവർ സപ്ലൈ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്നും പവർ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്യൂൻ എലിസബത്ത് II ഈ ഹാളിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നും ഒരുപാട് ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഗൈഡ് നമ്മോട് പറഞ്ഞു തന്നു കേട്ടോ. Lake, which is fully laden with fish, and also my golf balls, unfortunately. And on the other side of the hill, when we're at the top, you can see all the fish. ഇത് ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് കാണിക്കാനായിട്ട് വന്നപ്പോഴുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഗൈഡ് ടൂറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അല്ലുവിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അല്ലു അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളെല്ലാവർക്കും അവിടെ ഗൈഡ് ടൂറായിരുന്നു ഇത്രയും സമയം എന്നുള്ള കാര്യം.
അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞു കേട്ടോ. അതായത് ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച ആൾ, അതുപോലെ പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ച ആൾ, അങ്ങനെയുള്ളതൊക്കെ അവരൊക്കെ ഇവിടെ പഠിച്ചവരാണ്. ഈ പോസ്റ്റ് ഓഫീസ് അവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ മെമ്മറി ആയിട്ടാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു ഗൈഡഡ് ടൂറിലൂടെ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓറഞ്ച് കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ പിള്ളേർ ഓറഞ്ച് കഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മക്ഡൊണാൾഡ്സിൽ പോയി. എല്ലാവർക്കും നല്ല വിശക്കണുണ്ടായിരുന്നു. ആഫ്റ്റർനൂണൊക്കെ ആയി, 3:30-4 മണിയൊക്കെ ആയിട്ടോ സമയം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ്സിൽ ഹാരോയിൽ പോയി, പിന്നെ മക്ഡൊണാൾഡ്സിലൊക്കെ പോയി, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Cheeseburger. Open it. Oh, I ordered the